ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കേരളം ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വയനാടുണ്ടായ ആ ഒരു ദുരന്തവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആ ഒരു രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തില് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ എല്ലാവരും അവരവരാ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ അവിടെ ഉള്ളവർക്ക് വേണ്ടി നമുക്ക് സഹായങ്ങൾ ചെയ്യാം, അവർക്ക് വേണ്ട വീട് വെച്ചു കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. പക്ഷെ മരിച്ചു പോയവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ മരിച്ചു പോയവരെ നമുക്ക് അവർക്ക് എന്താ വീണ്ടെടുത്ത് കൊടുക്കുക, അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇന്ന് എന്തായാലും 6ാം ദിവസമാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിട്ട്, 6ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്ന് ഭയങ്കര സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരുടെ മൃതദേഹങ്ങളുണ്ട്. അതൊക്കെ ഇന്ന് ഒരു വലിയൊരു പറമ്പില്, വലിയൊരു പ്രദേശത്ത് കുറെ അധികം കുഴികളൊക്കെ വെട്ടിയിട്ട് ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങള് എന്താ ആൾക്കാർ ഇല്ലാത്ത അങ്ങനെയുള്ള കുറെ അധികം മൃതദേഹങ്ങളൊക്കെ ഇന്ന് സംസ്കരിക്കാനുള്ള ഒരു ഒരു അവിടെ ഒരു സംഭവം, അതായത് വലിയൊരു ഗ്രൗണ്ട് പോലെ അവിടെ ഇങ്ങനെ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ഒരുപാട് വിഷമം തോന്നി. കാരണം അവിടെ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് എന്താ പറയാ, ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ്. നമുക്കത് അതിന്റെ വ്യാപ്തി എത്രത്തോളാണെന്ന് നമുക്കത് കാണുമ്പോഴേ, പക്ഷെ അത് അനുഭവിച്ചവർക്ക് അത് എത്രത്തോളാണെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതില് നമ്മൾ വാർത്തകളിലൊക്കെ കൂടെ കാണുന്നുണ്ട്, കുഞ്ഞു മക്കൾ വരെ മരിച്ചിട്ടുണ്ട്. ഓരോ കുഞ്ഞുങ്ങളുടെയും ശരീരങ്ങളൊക്കെ ഈ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളൊക്കെ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേന്ന് അറിയാം, അങ്ങനെയുള്ള വാർത്തകളൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഉള്ള ഒരു അവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇപ്പം നിലവിലുള്ള ആൾക്കാരെ നമുക്ക് ചേർത്ത് പിടിക്കുക, നമ്മുടെ എന്താ പറയാ, അവർക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുക. പക്ഷെ നമ്മൾ എത്രയൊക്കെ സഹായം ചെയ്താലും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, അവർക്ക് അവരുടെ നഷ്ടപ്പെട്ട ആൾക്കാരെ തിരിച്ചു കിട്ടുമോ, അവർ ആ ഒരു പഴയ രീതിയിലേക്ക് ആ ഒരു എന്താ പറയാ, അവർക്ക് ആകാൻ കഴിയില്ല. കാരണം ഒരു കുടുംബത്തിൽ നിന്നൊക്കെ ഒരാളെ അവശേഷിച്ച് ബാക്കി എല്ലാവരും മരിച്ചു പോയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എന്താ പറയാ, ഒരുപാട് വിഷമം തോന്നുന്നു. ഇപ്പൊ നമ്മുടെ കേരളം തന്നെ എല്ലാവരും ഒറ്റ കൈയോടുകൂടി മുൻകൈ എടുത്ത് അങ്ങോട്ടുള്ള സഹായങ്ങൾ, പൈസ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും, എല്ലാവരും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോ നമ്മള് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തന്നെയാണ് നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതും ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ഈ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു ദുരന്തത്തിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കി പല ആൾക്കാരും അവിടെയുള്ള ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് ആ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. നമ്മുടെ 24 ന്യൂസിലാണ് ഞാൻ ഒരു സംഭവം കണ്ടത്. അതായത് ഒരു വലിയൊരു ഗ്രൗണ്ടിൽ കുറെ അധികം കുഴികൾ ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ്. കാരണം ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാനുള്ള ഓരോ കുഴികൾ എടുത്തിരിക്കുകയാണ്. അതില് എന്താ പറയാ, ആൾക്കാരില്ലാത്തത്, തിരിച്ചറിയാത്ത ബോഡികൾ, അതുപോലെ ആരും ഏറ്റെടുക്കാനില്ലാത്തത്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് മൃതദേഹങ്ങളാണ് അവിടെ അടക്കാനായിട്ട് ആ ഒരു ഗ്രൗണ്ടില് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ എത്രത്തോളം ഒരു വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്. നമ്മൾ ആ ഒരു ദുരന്തം ഉണ്ടായതിന്റെ ആ 2-3 ദിവസമൊക്കെ നമ്മൾ കണ്ടിരുന്നു. പലരും അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. പിന്നീടൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ മൃതദേഹങ്ങൾ കിട്ടുന്നു. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയാ, അവരോട് കൈയെടുത്ത് കുമ്പിടാനുള്ളത് ഇവിടെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരോടാണ്. കാരണം അവർ ചെയ്യുന്നത് ഒരു വലിയൊരു പ്രവൃത്തി തന്നെയാണ്. അപ്പോ അവിടെ അവിടെ ആ സംഭവങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ പട്ടാളക്കാരും ഉണ്ട്, അവരും ഉണ്ട് അവിടെ. ആ ഒരു ദുരന്തം തുടങ്ങിയ അതിന്റെ ആ ഒരു ദിവസം മുതൽ ഇന്ന് വരെ അവിടെ ആൾക്കാർ തെരച്ചിലും കാര്യങ്ങളും, ഇനിയും ഒരുപാട് ആൾക്കാരെ കണ്ടെത്താനുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദയവ് ചെയ്ത് എല്ലാവരും അവനവന് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യുക.